ഒരു 91 മോഡല് ഓൾഡ് മോഡൽ ബുള്ളറ്റ് ആണ്, സി എഞ്ചിൻ കാസ്റ്റർ എഞ്ചിൻ വരുന്നത്. അപ്പോൾ ഇതിന് ഫ്ലോട്ടിംഗ് ബുഷിന്റെ കംപ്ലൈന്റ് ആണ്. വണ്ടി കയറ്റം കയറുന്ന സമയത്ത് ക്രാക്കിന്റെ സൗണ്ട് വരും, അതാണ് ഇതിന്റെ പ്രശ്നമുള്ളത്. അപ്പോൾ ഇത് അയക്കാൻ പോവാണ്. അയക്കുന്ന സമയത്ത് ഓരോ ഡീറ്റെയിൽസ് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലത്ത് വർക്ക് എടുക്കണം, ഏത് സ്ഥലത്ത് വർക്ക് എടുക്കണ്ടെന്നുള്ളത്. അതായത് ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണ്, എഞ്ചിന് വർക്ക് എടുത്ത് 20,000-30,000 രൂപയൊക്കെ വെറുതെ ബില്ലാക്കിയിട്ട് കൊടുക്കുക എന്നുള്ളത്. ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല. ആവശ്യമില്ലാത്ത ഒരുപാട് വർക്കുകൾ എടുത്തിട്ട് ഇൻഡസ്ട്രിയൽ ബില്ലാക്കുന്ന ആവുന്ന ഒരു പ്രവണതയാണ് പഴയ സി എഞ്ചിൽ കണ്ടുവരുന്നത്. അപ്പൊ ഇത് അയച്ചിട്ട് ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഇടയ്ക്ക് വർക്ക് എടുക്കണം എന്നുള്ളത് കേട്ടോ. ഇതിപ്പോ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു വണ്ടി ഓപ്പൺ ഫുള്ളായിട്ട് എൻജിൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്ലച്ച് കേസ്, ടൈമിംഗ് കേസ് ഒന്നും ആദ്യം അയച്ച് ഒഴിവാക്കരുത്. നമ്മൾ ഹെഡിൻ്റെ ബോൾട്ട് കംപ്ലീറ്റ് ലൂസ് ചെയ്യുക. ഹെഡിൻ്റെ ബോൾട്ട് കംപ്ലീറ്റ് ലൂസ് ചെയ്തെടുത്തതിന് ശേഷം ഊരി ഒഴിവാക്കുക. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കംപ്രഷൻ കൊണ്ട് ഹെഡ് അങ്ങ് ഊരിപ്പോരും. ഈ ഊരി പോകുന്ന ഫ്രീ ആക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ വരും. അതല്ലെങ്കിൽ ബാക്കി എല്ലാം അഴിച്ചിട്ട് സമയം ഈ ഒരു ഹെഡ് ടൈറ്റ് ആണെങ്കിൽ ഇതൊക്കെ ഫിൻസൊക്കെ ഇട്ട് മുടന്തി ഹാമറൊക്കെ വെച്ച് അടിച്ചാകെ നാശമാക്കി ഒരുപാട് വണ്ടികളുണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സാധനം അയക്കുന്ന സമയത്ത് കേട്ടോ. ഇത് നമ്മൾ അയക്കാൻ പോവാണ്. ഹെഡ്നെട്ട് കംപ്ലീറ്റ് അയച്ച് ഒഴിവാക്കുകയാണ്. നാലെണ്ണം ഇവിടെ വരും, ഒന്നിപ്പുറവും ഒന്നപ്പുറവും വരും. ഇത് അയച്ച് ഒഴിവാക്കിയതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യമാണ്, ഇത് റോക്കർ ഇതുകൊണ്ടോ ടാപ്പറ്റ് റോഡ് ഒന്ന് ടൈറ്റാണ്, ഒന്ന് ഫ്രീ ആണ്. ഈ ടാപ്പറ്റ് റോഡ് രണ്ടും ഫ്രീ ആയിരിക്കണം ഇത് അയക്കുന്ന സമയത്ത്. കാരണം പിസ്റ്റൺ ടോപ്പാണെന്നർത്ഥം. പിസ്റ്റൺ ടോപ്പായിട്ട് മാത്രം റോക്കറിൻ്റെ നെറ്റ് നമ്മൾ അയച്ചെടുക്കാവും. റോക്കർ നെറ്റ് അയച്ച് ഒഴിവാക്കുന്ന സമയത്ത് ഇവിടെ ഏതെങ്കിലും ലോഡ് ഉണ്ടെങ്കിൽ ഇത് അലൂമിനിയാണ്, ഇതിൻ്റെ ത്രെഡ് ഊരിപ്പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഏതൊരു വണ്ടിയും റോക്കറാം അയക്കുന്ന സമയത്ത് പിസ്റ്റൺ ടോപ്പാക്കിയിട്ട് മാത്രം അയക്കുക. അല്ലെങ്കിൽ ആ ലോഡ് ഈ തള്ളുന്ന ലോഡ് ഈ സ്റ്റഡിൻ്റെ മുകളിൽ വരും. ആ സ്റ്റഡ് വന്ന അലൂമിനിയത്തിൻ്റെ ത്രെഡ് അടക്കി അങ്ങോട്ട് ഊരിപ്പോകുന്ന പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര വിഷയങ്ങളാണ് ഭാവിയിൽ ഒരുപാട് വണ്ടികൾ വരുന്നത്. വണ്ടി ടാപ്പറ്റ് റോഡ് അടിച്ച് വണ്ടി നിന്നു പോകുന്നൊരു വിഷയം ഉണ്ടാണ്. ഈ സ്റ്റഡ് 4 സ്റ്റഡും കറക്റ്റ് ടൈറ്റ് ആയില്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നത് വളരെ വിഷയം, ലോങ് റണ്ണിങ്ങിലൊക്കെ ഭയങ്കര വിഷയം തന്നെ കേസാണ് ഈ 4 ടാപ്പറ്റ് സ്റ്റഡ് ഒന്നിൻ്റെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളത് അയക്കുകയാണ്. ഇപ്പോൾ സ്റ്റഡ് കംപ്ലീറ്റ് അയച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ കിക്ക് ചെയ്യാണ് കേട്ടോ. സ്റ്റാർട്ട് ആവണം എന്നൊന്നുമില്ല, അത് കിക്ക് ചെയ്ത് കംപ്രഷൻ കൊണ്ട് മുകളിൽ പൊങ്ങിപ്പോരും അല്ലേ. ഇത് കംപ്ലീറ്റ് ഹെഡ് മുകളിലേക്ക് തിരിച്ചിങ്ങ് വന്നു. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് തന്നെ ചെയ്ത് ചില സംഗതികൾ ഒരുപാട് വർക്ക് എടുത്തിട്ട് അങ്ങ് അടിച്ച് എൻ്റെ ഫിൻസും ഹെഡും കംപ്ലീറ്റ് നാശമാവും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാവരും ഫോളോ ചെയ്യുക അയക്കുന്ന സമയത്ത്. അപ്പോൾ നമ്മൾ ഹെഡ് അയച്ചെടുക്കുകയാണ്. അപ്പോൾ ഹെഡ് അയച്ചെടുത്തതിൻ്റെ വാൽവ് പോയിട്ടുണ്ടോ, വാൽവ് ഗൈഡിൽ വീക്ക് ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ പറ്റും. ആവശ്യമില്ലാത്തൊരു വർക്കും എടുക്കാതിരിക്കുക, അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു ഹെഡ് അയച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോയി ഇൻഡസ്ട്രിയിലേക്ക് കൊടുത്തു വിടുക. ഇൻഡസ്ട്രിയലുകാർ മാക്സിമം ഗൈഡ് അടിക്കുക, അത് ചെയ്യുക എന്ന് നല്ലൊരു ബില്ലാക്കിയിട്ട് കൊടുത്തു വിടുക. അതാണ് സാധാരണ സംഭവിക്കുന്നത്. അത് ആവശ്യമുണ്ട്, ആ വണ്ടിക്ക് ആവശ്യമുള്ള വർക്കുകൾ മാത്രം ചെയ്യുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ല കസ്റ്റമൈസിന് കൊണ്ടുവന്നൊരു കസ്റ്റമൈസിന് വല്ലാതെ ബില്ലാക്കിയിട്ട് വല്ലാതെ ഒരു എഞ്ചിനീയർ അയക്കുമ്പോൾ 20,000, 30,000, 40,000 ഒക്കെ ബില്ലാക്കി കൊടുക്കുന്നത് വലിയ പിന്നെ മികവൊന്നാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. എൻ്റെ ഹെഡിൻ്റെ ഉൾഭാഗം നോക്കുക. ഒരു വാൽവ് ചെറിയ വീക്കുണ്ട്. ഈ ഒരു വാൽവ് ഇൻലെറ്റ് വാൽവ് നോക്കുക, ഓയിലാണ്. ഈ സാഹചര്യങ്ങളിൽ ഈ വാൽവിൻ്റെ ഗൈഡ് നോക്കുന്നത് നന്നായിരിക്കും. ഇത് ഓക്കെയാണ്. ഇത് കണ്ടില്ലേ, ചെറിയൊരു ഓയിലുണ്ട് പിസ്റ്റണിൻ്റെ ടോപ്പിൽ. അപ്പോൾ അതിൻ്റെ റിങ്സ് ബോറൊക്കെ അഴിച്ചിട്ട് നോക്കി പറഞ്ഞുതരാം.
ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ സൈലൻസറിൻ്റെ സ്മോക്കിൻ്റെ പുക, കരിയുടെ കൂടെ ഓയിലിൻ്റെ മഴയുണ്ട്. അപ്പം പിസ്റ്റൻ്റെ റൈൻസ്, വാൽവിൻ്റെ ഒരു ഗൈഡും പോയിട്ടുണ്ട്. സിലിണ്ടറോട് അയച്ചു നോക്കാം. സിലിണ്ടർ അയക്കുകയാണ്. സിലിണ്ടറിൻ്റെ ബോറ് സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ സൈഡ് അടിച്ച് പോകുന്നുണ്ട്. മിക്കവാറും ഫ്ലോട്ടിംഗ് ബുഷ് പോയതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ കൂടുതൽ സംഭവിക്കുന്നത്. ഫ്ലോട്ടിംഗ് ബുഷ് പോയി കുറച്ച് അധികമായി കഴിഞ്ഞാൽ പിസ്റ്റൺ ബോർ പോകും. അപ്പോൾ ഇതിന് സ്ക്രാച്ച് ആയിട്ടുണ്ട്. ഇത് നോക്കുക. അപ്പോൾ നമ്മൾ ക്ലച്ച് അയച്ചിട്ടുണ്ട്. ക്ലച്ചിൽ നോക്കുക, നല്ല വെള്ളമാണ് കേട്ടോ, നല്ല വെള്ളമാണ്. അപ്പോൾ ക്ലച്ചിൽ പ്ലേറ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല, പ്ലേറ്റ് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഇലക്ട്രോ 5 ക്ലച്ചാണ് ഇട്ടത്. ഈ ക്ലച്ച് സാധാ ക്ലച്ചിലേക്ക് മാറ്റണം. ഇതിലൊക്കെ വെള്ളമാണ്. ഇത് വെള്ളം ഇതിലൂടെയാണ് വരുന്നത് കേട്ടോ. ഇത് നോക്കുക, ഈ ഇതുണ്ട് ഇവിടെ ലൂസാണ്. ഈ കോയിൽ വയറിൻ്റെ റബ്ബർ ലൂസാണ്. ഇതിലൂടെയാണ് വെള്ളം ഇറങ്ങി ഉള്ളിലേക്ക് വരുന്നത്. അപ്പം ഈ റബ്ബർ ഒന്ന് മാറ്റി കൊടുക്കണം. ക്ലച്ചിൻ്റെ സൈഡ് ഇത്രേ ഉള്ളൂ. ക്ലച്ചിൻ്റെ സൈഡ് വേറെ കാര്യങ്ങൾ നോക്കാനൊന്നുമില്ല. ഈ പ്ലേ ഉണ്ടോ, ഈ ബോൾസ് വലിയ കംപ്ലയിൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെയാണ്. ബാക്കി നമ്മൾ ടൈമിംഗ് സൈഡ് നോക്കാം. നല്ല ക്ലച്ച് പോക്കറ്റാണിത്. ഇത് നല്ല ലൂസാണ് കേട്ടോ. നല്ല ലൂസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് ശരിക്കും അടിക്കുന്നുണ്ട്. ഈ ഒരു ശബ്ദം നമ്മൾ ക്രാങ്ക് നോയ്സിൻ്റെ മാതിരി തന്നെയാണ് ഫീൽ ചെയ്യുക. അപ്പോൾ ഇത് മുമ്പ് വർക്കെടുത്താരോ ഇതിലൊക്കെ ചെറുങ്ങനെ ഒരു സ്പാർക്കേഴ്സ്, വെൽഡിങ് സ്പാർക്കേഴ്സിന് ടൈറ്റ് ആകാൻ വേണ്ടി അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ഭാഗത്തേക്കാണ് ഇത് വെൽഡ് ചെയ്ത് ചുരുക്കേണ്ടത്. ഈ ഭാഗത്ത് നല്ല കത്തിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പോക്കറ്റ് ചുരുങ്ങും കേട്ടോ. അത് ടൈറ്റിൽ നിന്നോളും. കാരണം ഇവിടെ അറിവില്ലായ്മ ഉണ്ടായിരിക്കും, ഉള്ളിലാരോ വെൽഡ് ചെയ്ത് സ്പാർക്ക് ചെയ്തിട്ടുണ്ട് ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സൈഡിൽ ചുറ്റും നമ്മൾ കത്തിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പോക്കറ്റ് ചുരുങ്ങും, അങ്ങനെ ടൈറ്റായി കിടന്നോളും. ഈ ഒരു കാര്യം അയക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാ ഭാഗങ്ങളും അയക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം ഏതൊക്കെ വർക്ക് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ക്യാമ്പിൽ സൈഡ് വരുന്നത്. ക്യാമ്പിൽ സൈഡ് അയച്ചിട്ടുണ്ട് ക്ലച്ച്. ടൈമിംഗ് സൈഡ് ഇത് നോക്കുക. ഇത് നിലവിൽ ഷെയ്ക്കൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഷെയ്ക്ക് നോക്കിയിട്ട് നിങ്ങളിത് സ്പിന്നിലടിക്കാമെന്ന് പോകരുത് കേട്ടോ. ഈ ഷെയ്ക്ക് ഒരിക്കലും നമ്മൾ സൗണ്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിനൊന്നും ലോഡ് വരുന്നില്ല. ഇത് ഡസ്റ്റ് ഡെൽക്കോയിലേക്കുള്ള ഒരു ഡ്രൈവ് മാത്രമാണ് ഈ 2 വീല്. ഇതിൻ്റെ മുകളിൽ നമ്മൾ വാൽവിൻ്റെ ലോഡ് വരുമ്പോഴാണ് സൗണ്ട് വരുന്നത് കേട്ടോ. ഈ അടി വരുന്നത് വാൽവ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ലോഡ് വരുമ്പോഴാണ് ഇത് കറക്റ്റാന്ന് അടിക്കുക. ലൂസ് വന്നു കഴിഞ്ഞാൽ പോർ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ ഹമ്മിങ് നോയ്സ് ഉണ്ടാവും. അതുകൊണ്ട് ഇത് സ്പിൻഡിൽ വെറുതെ അയച്ചിട്ട് സ്പിൻഡിൽ അടിക്കാൻ നോക്കരുത്. കറക്റ്റായിട്ട് നിങ്ങൾ അയച്ചിട്ട് ചെറിയ പ്ലേക്കാണ് പുതിയ ക്യാമ്പിൽ നിന്ന് ഇട്ട് നോക്കുക. പുതിയ ക്യാമ്പിൽ നിങ്ങൾ ഇട്ടിട്ട് ഒരു ഇതേമാതിരി ഫ്രീ പ്ലേയിൽ ഇങ്ങനെ, ഈ പ്ലേയിൽ ടൈറ്റിൽ ഇറങ്ങാൻ പാടില്ല. ചെറിയൊരു പ്ലേയിൽ അടി കയറുന്നുണ്ടെങ്കിൽ അടിയില്ലെങ്കിൽ ഇത് ഓക്കെയാണ്. അതല്ലാതെ നിങ്ങൾ അയച്ച ഉടനെ അതിന് സ്പിൻഡിൽ അടിക്കാൻ പറഞ്ഞിട്ട് ക്യാമ്പിൽ അയച്ച് കൊടുക്കരുത്. ഇത് ആദ്യം നിങ്ങൾ ക്യാമ്പിൽ പുതിയ വാങ്ങിച്ചിട്ടിട്ട് വല്ല ലൂസ് ഉണ്ടെങ്കിൽ മാത്രം ഇതൊന്നും ടൈറ്റ് ചെയ്യുക കേട്ടോ. ആ സ്പിൻഡിൽ അടിക്കുന്നത് കൂടുതൽ സംഭവിക്കുന്നതാണ് ഇത് ഹമ്മിങ് നോയ്സ്, ഓവർ ടൈറ്റായി പോകാന്നുള്ളത്. നല്ലോണം ശ്രദ്ധിക്കണം. ഇതാണ് ക്യാമ്പിൽ സൈഡ് വരുന്നത്. ടൈമിംഗ് സൈഡ് വരുന്നത്. ഇത് ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടോ നോക്കുക, ഇത് ഇങ്ങോട്ട് സൗണ്ട് ഉണ്ടോ നോക്കുക.
ഓക്കെ, ഇത് ഓക്കെയാണ്, ഇത് ഓക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമുക്കൊരു വർക്ക് ഇതിന് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എഞ്ചിൻ അയച്ചെന്ന് കരുതി ഇതിലേക്ക് ക്യാമ്പിൽ സെറ്റ് ചെയ്യാൻ ഒരു ആവശ്യമില്ല. ഇതിപ്പോൾ ഓക്കെയാണ്, നിലവിൽ ഇത് ഓക്കെയാണ്. ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ എഞ്ചിൻ വർക്കിൽ നിന്ന് ഒഴിവാക്കിയിടാം. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്ത് വരുന്ന നല്ലൊരു ഒരു പിന്നെ കോസ്റ്റ് നമുക്ക് തുറക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ വണ്ടി കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തു, ഒക്കെ അയച്ചു കേട്ടോ. കംപ്ലീറ്റ് സാധനം അയച്ച് കിടക്കുന്ന ക്രാങ്ക് ഇതാണ്. ഇത് 91 മോഡലാണ് ക്രാങ്ക് വരുന്നത്. ഹെവി ക്രാങ്ക് അല്ല, നോർമൽ ക്രാങ്ക് ആണ്. ഇതിന്റെ വെയിറ്റ് എത്രയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് ബെയറിങ് എന്നുള്ളത് ഇത് വെച്ചേക്കും ഡബിൾ ബോൾ ബെയറിംഗ് ആണ് വെച്ചത്. ബോൾ ബെയറിംഗ് ആണ്, ഡബിൾ ബോൾ ബെയറിംഗ് ആണ്. നോക്കുക, പക്ഷേ ഈ ബെയറിങ്ങിന് പ്രശ്നമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന ഫ്രീ ആയിട്ട് സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബെയറിംഗ് കംപ്ലൈന്റ് ഇല്ല. ഈ ബെയറിംഗ് ഓക്കെയാണ്. പക്ഷെ ഈ ബെയറിംഗ് ചെറുങ്ങനെ ഒരു തിരിക്കുന്ന മതി, ചെറിയ രീതിയിൽ ഒരു തരിപ്പ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ബെയറിംഗ് മാറ്റണം. പടിയുള്ള ബെയറിംഗ് മാറ്റി, ഈ 2 ബെയറിംഗ് മാറ്റണം. പിന്നെ ഇതിന്റെ നമ്മൾ മെയിൻ അയച്ച കംപ്ലൈന്റ് പറഞ്ഞ ഇതാണ്. നോക്കുക, ഫ്ലോട്ടിംഗ് ബുഷ് പോയതാണ്. ഫ്ലോട്ടിംഗ് ബുഷ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയിൽ ഇതിലാണ് വരുന്നത് കേട്ടോ. ഒരു ബുഷാണ് വരിക, പഴയ മോഡലിന് ബുഷാണ് വരിക. UC മോഡലിന് പിന്നാണ് വരിക. അങ്ങനെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ബുഷ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. എന്നിട്ട് ഇതാണ് ഇതിൽ വരുന്ന ബുഷ് കേട്ടോ. ഇത് കംപ്ലൈന്റ് ആയ ബുഷാണ്, റീപ്ലേസ് ചെയ്ത ബുഷാണ്. ഈ ഫ്ലോട്ടിംഗ് ബുഷാണ് ഇതിൽ വരിക. ഈ ഫ്ലോട്ടിംഗ് ബുഷും ഈ പിന്നുമാണ് നമുക്ക് റീപ്ലേസ് ചെയ്യുക. കൺട്രോളിന് കംപ്ലൈൻസ് ഒന്നും ഇല്ല. അപ്പോൾ ഇതാണ് ഈ എഞ്ചിൻ അയക്കുന്ന രീതി. അയക്കുന്ന ഷോർട്ടായിട്ട് കാണിച്ചാണ്, ബാക്കി അസംബിൾ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതിന് ക്യാമ്പിൽ സൈഡ് യാതൊരു വർക്കുമില്ല. അതുമാതിരി തന്നെ ബെയറിംഗ് സൈഡും ഈ 2 ബെയറിംഗ് മാത്രം മാറ്റി കൊടുത്താൽ മതി. ഈ ബെയറിംഗ് ഓക്കെയാണ്, കാരണം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കൺട്രോളിന്റെ ഫ്ലോട്ടിംഗ് ബുഷാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇത് നമ്മൾ ഒന്നായിട്ട് അയച്ചിട്ട് എഞ്ചിൻ ഒന്നായിട്ട് ഇൻഡസ്ട്രിയിൽ കൊടുത്ത കംപ്ലീറ്റ് സാധനം ബുഷും കാര്യങ്ങളും, അതായത് വാൽവ് ഗൈഡ്, ടാപ്പറ്റ് ഗൈഡ്, സ്പിൻഡില് നോക്കുക. ടാപ്പറ്റ് ഗൈഡൊക്കെ ഇവിടെ ഷെയ്ക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം. ഇനി അതൊരു കുഴപ്പമില്ല, ഇത് ഓക്കെയാണ്. കുഴിയോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ ഇതൊക്കെ ചെക്ക് ചെയ്താൽ നമുക്ക് ഈ ഭാഗത്തെ വർക്കുകൾ ആവശ്യമില്ലാതെ ഇതൊക്കെ നമ്മളിപ്പോ ഇത് മാറ്റി രണ്ടാമതൊക്കെ ഇത് അടിച്ച് സ്പിൻഡിൽ ചെയ്താൽ ഇതിൽ ലൈഫ് സെയിം ആണ്. ഇത് മാറ്റാതെ ഓക്കെയാണ്. ഇത് ഇപ്പം നിലവിൽ ഓക്കെയാണ് ആണെങ്കിൽ ലൈഫ് സെയിം തന്നെയാണ്. അല്ല ഇതൊക്കെ മാറ്റി എന്ന് വിചാരിച്ച് വണ്ടിക്ക് വല്ലാതെ എഞ്ചിൻ നല്ല ലൈഫ് കിട്ടുന്ന കാരണമൊന്നും വേണ്ട. ഇതൊക്കെ ഓടി ഇപ്പൊ സെറ്റായി കറക്റ്റ് പ്രോപ്പർ സീറ്റിംഗ് നിൽക്കുന്ന ടാപ്പറ്റ് ഗൈഡ് ആണിത്. ഇതൊക്കെ കറക്റ്റ് നല്ല ഫിറ്റാണ്. അതുപോലെ സ്പിൻഡിൽ ഓക്കെയാണ്. ഈ സ്പിൻഡിലൊക്കെ ഓക്കെയാണ്, ഒരു കുഴപ്പം. ഇതിന്റെ ഭാഗത്തൊരു വർക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ആദ്യം ഈ എഞ്ചിൻ അയച്ച് ആകെ ചെയ്യാനുള്ള വർക്ക് ഇതിന്റെ ഫ്ലോട്ടിംഗ് ബുഷ് ഒന്ന് ഓക്കെ ചെയ്യാം. കാരണം ഫ്ലോട്ടിംഗ് ബുഷാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഈ സ്പിൻഡിൽ അടിക്കുന്ന ഫ്ലോട്ടിംഗ് ബുഷിന് എന്തെങ്കിലും പാകപ്പോയി പറ്റിക്കഴിഞ്ഞാൽ ഓയിൽ കറക്റ്റ് ഫ്ലോ ഇല്ല എങ്കിൽ എഞ്ചിന് വർക്ക് ചെയ്യുന്ന വണ്ടിന് പണി കിട്ടും. 20 കിലോമീറ്റർ മുകളിൽ ഓടില്ല, വണ്ടി ഹീറ്റായി വണ്ടി നിൽക്കും, റോക്കറിലേക്ക് ഓയിൽ കിട്ടും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ഹെഡിലേക്ക് ഓയിൽ പമ്പ് ചെയ്യുന്നത് ഇതിലൂടെയാണ്. ഇതിൽ ഓയിൽ റിട്ടേൺ എടുത്തിട്ടാണ് നമുക്ക് ഹെഡിലേക്ക് ഓയിൽ പമ്പ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഫ്ലോട്ടിംഗ് ബുഷ് അടിക്കുന്ന കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഫ്ലോട്ടിംഗ് ബുഷ് അടിച്ച് നല്ല ശീലമുള്ള, അതിന്റെ നെഗറ്റീവ് പോസിറ്റീവ് അറിയുന്ന ഇൻഡസ്ട്രിയിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിന്റെ എത്ര വെയിറ്റ് ഉണ്ടെന്ന് കാണിച്ചു തരാം, ഡിഫറൻറ്റ് കാണിച്ചു തരാം. നമ്മളിതിൽ ക്രാങ്ക് വെയിറ്റ് കൂട്ടാനൊന്നും പോകുന്നില്ല. ക്രാങ്ക് വെയിറ്റ് ഇത് നോർമലായിട്ട് സെറ്റ് ചെയ്ത് അത്യാവശ്യം പെർഫോമൻസിൽ ഓടിക്കാനുള്ള വണ്ടിയാണ്. അതുകൊണ്ട് ക്രാങ്ക് വെയിറ്റിന്റെ കാര്യം ഒന്നും ആലോചിക്കുന്നില്ല. അത്യാവശ്യം 40 കിലോമീറ്റർ 38-40 കിലോമീറ്റർ സ്പീഡിൽ ടോക്കിൽ വണ്ടി ഓടുന്നത് നിലവിൽ. അപ്പോൾ അതൊരു 5 കിലോമീറ്റർ താഴോട്ടാവും ക്രാങ്ക് വെയിറ്റ് കൂട്ടിയാൽ തന്നെ. അതുകൊണ്ട് വലിയൊരു കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം വണ്ടി നടക്കും ഓടും കൂടെ വേണമല്ലോ. പെട്ടെന്ന് ഈ സമയത്ത് ത്രോട്ടിൽ കൊടുത്ത് ആക്സിലേറ്റർ കൊടുത്ത് വണ്ടി വലിപ്പിക്കേണ്ട ആവശ്യം വരില്ല. ഓവർടേക്കിന്റെ ആവശ്യങ്ങൾക്ക് ഭയങ്കര ലാഗ് അടിക്കും. അപ്പോൾ അതിനു വേണ്ടി എപ്പോഴും നിലവിൽ ഏറ്റവും നല്ലത് ഈ ക്രാങ്ക്, നിലവിലുള്ള ക്രാങ്ക് തന്നെയാണ്. നിലവിലെ ക്രാങ്ക് ഇട്ട് സെറ്റ് ചെയ്യാൻ നോക്കുക. ഞാൻ ഒറ്റ മിനിറ്റ് ഇതിന്റെ വെയിറ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് 95 ഗ്രാം ട്രേ ഉണ്ട്. ഓക്കെ, 8 കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. ഓക്കെ, ഇപ്പൊ 91 വണ്ടിയാണിത്. നോർമൽ ക്രാങ്ക് വെയിറ്റിലുള്ള വണ്ടിയാണ്. 8 കിലോ ആണ് വെയിറ്റ് വരുന്നത് കേട്ടോ. നോക്കുക,
ഇതിന്റെ ക്രാങ്ക് റേറ്റ് കൂട്ടാനൊന്നും പോകില്ല. അപ്പൊ അടുത്തൊരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്തിന് ഡീറ്റെയിൽ ആയിട്ട് കാര്യം എങ്ങനെ സെറ്റ് ചെയ്യണം, എന്തൊക്കെ വർക്ക് എടുത്ത് എന്നുള്ളതും എത്രത്തോളം കോസ്റ്റ് വന്നുള്ളതും അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.